ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കോപ്പ ഡെൽ റേയിൽ നടന്ന റയൽ മാഡ്രിഡ് വേഴ്സസ് റയൽ സോസിഡാഡ് മത്സരം 1-0 എന്ന ഗോൾ സ്കോറിനാണ് റയൽ മാഡ്രിഡ് വിജയം കരസ്ഥമാക്കിയത്. റയൽ മാഡ്രിഡിന് വേണ്ടി ബ്രസീലിയൻ താരം എൻട്രിക്കാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ജൂഡ് ബെല്ലിങ്ങാമിൻ്റെ അസിസ്റ്റിലായിരുന്നു എൻട്രിക് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മത്സരത്തിലെ പ്രകടനം നോക്കുകയാണെങ്കിൽ അത്രമാത്രം വലിയ രീതിയിലുള്ള ഒരു അഗ്രസീവായിട്ടുള്ളൊരു പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല റയൽ മാഡ്രിഡിൻ്റെ ഭാഗത്ത് നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. ജസ്റ്റ് ഒരു ഗോൾ സ്കോർ ചെയ്തു. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രസ്സിങ്ങോ വലിയ രീതിയിൽ അഗ്രസീവായിട്ടുള്ളൊരു പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല. പേഴ്സണലി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജസ്റ്റ് ഈ ഒരു മാച്ച് അങ്ങനെ വിജയിച്ചാൽ മതി. കാരണം ഇനി വരാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ചസ് ആണ്. ചാമ്പ്യൻസ് ലീഗിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ആയിട്ടുള്ള മത്സരം വരുന്നു. ലാലിഗയിലായാലും വളരെ ടൈറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു മത്സരം ജസ്റ്റ് വിൻ ചെയ്താൽ മാത്രം മതി. അതും ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ എംബാപ്പെ ഒന്നും ആദ്യ ലെവലിൽ ഉണ്ടായിരുന്നില്ല. എൻട്രിക്കിനെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ഫസ്റ്റ് ആദ്യ ലെവലിൽ കണ്ട സമയത്ത്, അതും കോപ്പ ഡെൽ റേ സെമി ഫൈനൽ മത്സരത്തിൽ കണ്ട സമയത്ത് പേഴ്സണലി എനിക്ക് ജസ്റ്റ് ഒരു പേടി ഉണ്ടായിരുന്നു. റയൽ സോസിഡാഡ് എന്ന് പറയുന്നത് അത്ര വലിയ ചെറിയ ടീമൊന്നുമല്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ റയൽ മാഡ്രിഡുമായിട്ട് ഒരു ഫൈറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടീം തന്നെയാണ് റയൽ സോസിഡാഡ്. പക്ഷേ ഇന്നത്തെ ഒരു പെർഫോമൻസ് നോക്കുന്ന സമയത്ത് അത്രമാത്രം ഒരു ഇമ്പാക്റ്റ് ഒരു തരത്തിലും അവരുടെ ഭാഗത്തു നിന്നും കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എൻട്രിക്കിൻ്റെ ഒരു പെർഫോമൻസ് അത്യാവശ്യം ഒരു ക്വാളിറ്റി പെർഫോമൻസ്, വലിയൊരു കിട്ടിലും പെർഫോമൻസ് എന്നൊന്നും പറയുന്നില്ല. എന്നാലും ഇതുവരെയുള്ള ഒരു മാച്ചസ് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് എൻട്രിക്കിൻ്റെ ഭാഗത്തു നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. വിനീഷ്യസ് ആയാലും പഴയ ഒരു അഗ്രസീവായിട്ടുള്ളൊരു കളിയൊന്നും ആയിരുന്നില്ല. മുന്നേ പറഞ്ഞല്ലോ, എനിക്കൊന്നും കാർലോയുടെ ആ ഒരു ടാക്ടിക്സ് തന്നെ ആയിരുന്നു എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ വിനീഷ്യസ് മാക്സിമം എങ്ങനെയെങ്കിലും സ്കോർ ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ളൊരു പ്ലെയറാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എംബാപ്പയാണ് ഈ ടോപ്പ് സ്കോററായിട്ട് മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഈഗോ പ്രശ്നം എന്തായാലും ഉണ്ടാകും. കാരണം രണ്ട് താരങ്ങൾക്കും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബാലൻ ഡോർ എങ്ങനെയെങ്കിലും വിൻ ചെയ്യണം, ബാലൻ ഡോർ പുരസ്കാരം നേടണം എന്ന് രണ്ട് പേർക്കും. എംബാപ്പെ അതിനു വേണ്ടി മാത്രമായിട്ടാണ് റയൽ മാഡ്രിഡിൽ വന്നത്. വിനീഷ്യസ് ആണെങ്കിൽ കഴിഞ്ഞ ഒരു ബാലൻ ഡോർ പോയ ആ ഒരു വിഷമം ഇപ്പം സ്റ്റിൽ വിനീഷ്യസിൻ്റെ ഒരുപാട് ഇൻ്റർവ്യൂസ് നോക്കുന്ന സമയത്തും വളരെയധികം പുള്ളിക്കാരൻ ഡിപ്രസ്ഡ് ആണ്. അതൊരു ടോപ്പ് 1 രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളി എന്ന കയ്യെത്തും ദൂരത്തുനിന്നാണ് അത് കിട്ടാതെ പോയത്. അതിൻ്റെ ഒരു ടെൻഷൻ എന്തായാലും അത് നേടുന്നത് വരെ പുള്ളിക്കാരൻ എന്തായാലും അത് ഉണ്ടാവും എന്നുള്ളത് കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. ആ ഒരു സമയത്താണ് എംബാപ്പയുടെ ആ ഒരു വരവും. ഇപ്പോൾ എംബാപ്പെ വന്നതിന് ശേഷം പെനാൾട്ടിയൊക്കെ വരുന്ന സമയത്ത് പേഴ്സണലി റയൽ മാഡ്രിഡ് ഫാൻസിന് വളരെയധികം ടെൻഷനുള്ള കാര്യമാണ്. കാരണം രണ്ട് പ്ലേയേഴ്സിൻ്റെയും മെയിൻ ടീമിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് പേഴ്സണലി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആസ് എ മാഡ്രിഡ് ഫാൻസ് മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ള ഒരു പ്രവണത തന്നെയാണ്. ഇപ്പോൾ ഫെഡെ വാൽവേർഡിനെ പോലെയോ അല്ലെങ്കിൽ ലുക്ക മോഡ്രിച്ചിനെ പോലെയോ ഫോർ എക്സാമ്പിൾ ബെല്ലിങ്ങാമിനെ പോലെയോ ടീമിനെ എങ്ങനെയും മാക്സിമം എഫേർട്ട് ഇട്ട് വിൻ ചെയ്യിപ്പിക്കാം എന്നതിലുപരി മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ള ഒരു മെൻറ്റാലിറ്റി തന്നെയാണ് ഈ രണ്ട് താരങ്ങളും. പക്ഷേ റോഡ്രിഗോനെ പറയുന്ന സമയത്ത് റോഡ്രിഗോക്ക് അങ്ങനെയല്ല. റോഡ്രിഗോക്ക് എങ്ങനെയെങ്കിലും ടീമിന് വേണ്ടി കളിക്കുന്ന ഒരു പ്ലെയറാണ്. പേഴ്സണലി എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു പ്ലെയറാണ് റോഡ്രിഗോ. പക്ഷേ നമ്മൾ പോസിറ്റീവ് സൈഡ് പറയുമ്പം എല്ലാം പറയണം. അല്ലാണ്ട് വെറും നെഗറ്റീവ് മാത്രം പറയുന്നതിൽ ഒരു അർത്ഥമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു മത്സരം ലൈവ് കണ്ട വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഡിഫൻസിൽ ഒരു കാര്യം കൂടി പറയാണ്. ഡിഫൻസ് 4 ഫ്രാങ്ക് ഗാർസിയ, റുഡിഗർ, ചൗമിനി, അസെൻസിയോ റൈറ്റ് വിങ് ബാക്ക് ആയിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. മിഡിലേക്ക് വരുന്ന സമയത്ത് കമവിംഗ സെബായോസ് ആണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അസെൻസിയോ ഓരോ മത്സരം കഴിയുന്നത് അതനുസരിച്ചിട്ട് ഇമ്പ്രൂവ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ പീക്ക് നമ്മളൊന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ മേളിലാണ് പുള്ളിക്കാരൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിൽ കാർലോ ആഞ്ചലോട്ടി തന്നെ പറയണ്ടായിരുന്നു, ഓരോ മത്സരം കഴിയുന്നതനുസരിച്ച് കാർലോ തന്നെ പേഴ്സണലി പുള്ളിക്കാരൻ്റെ ആ ഒരു പെർഫോമൻസ് കണ്ടിട്ട് ശരിക്കും വണ്ടർ അടിച്ച അവസ്ഥയാണ് എന്നാണ്
കോച്ചായ കാർലോ തന്നെ പറയുന്നത്. അപ്പോൾ പിന്നെ ഫാൻസായ നമുക്ക് എത്രമാത്രം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.